ജിൻഷന്റെ ഈ വീഡിയോ കാണുമ്പോഴാണ് എനിക്ക് കാര്യം ഓർമ്മ വന്നത്. നിങ്ങൾക്ക് എത്ര പേർക്ക് ഇത് ഉൾക്കൊള്ളാൻ പറ്റുമെന്ന് അറിയില്ല. ഞാൻ അത് കേട്ടപ്പോൾ ആകെ ഷോക്കായി പോയിട്ടുണ്ട്. നമ്മുടെ കുട്ടികളിൽ ഇപ്പോൾ ഏറ്റവും കണ്ടുവരുന്ന ഒരു കാര്യം ഫോൺ അഡിക്ഷൻ ആണ്. ഇപ്പോൾ ജനിച്ചു വീണ ആദ്യം ഒരു കിലുക്കത്തിന് പകരം കയ്യിലെടുക്കുന്ന ഫോണാണ്. ആ ഫോൺ ഉപയോഗം നമ്മൾ സ്ക്രോൾ ചെയ്യുമ്പോൾ ഒരുപാട് വീഡിയോ കാണലുണ്ട് കുട്ടികളിലെ മൊബൈൽ ഉപയോഗം. ഈ സൗദി അറേബ്യയിൽ നിന്ന്, ഈ പ്രവാസ ലോകത്ത് നിന്ന് ഒരു ബാപ്പ വളരെ നല്ല രീതിയിൽ ജോലി ചെയ്തിരുന്ന ഒരു പൊസിഷനിൽ ഉണ്ടായിരുന്ന ആള് പെട്ടെന്ന് നാട്ടിൽ പോയതാണ്. ഞാൻ ചോദിക്കാണ്, അത് സ്ഥലത്ത് പോയപ്പോൾ ആളിവിടെ പോയിന്ന് വെച്ചപ്പോൾ ആള് നാട്ടിൽ പോയി. എന്താ കാരണം? കുട്ടിന്റെ മൊബൈൽ ഉപയോഗം, കുട്ടി ഗെയിമിന് അഡിക്റ്റ് ആണ്. ഉമ്മാക്ക് നിയന്ത്രിക്കാൻ പറ്റണില്ല. മനസ്സിലായോ? ഇത് കേട്ടപ്പോൾ ഞാൻ കുത്തി ചോദിക്കുകയാണ്, എന്താണ്, എങ്ങനെയാണ് സംഭവിച്ചത്? അപ്പോൾ ചെറിയ കുട്ടിയില്ല, ഒരു 10ാം ക്ലാസ് കഴിഞ്ഞിട്ടുള്ള മകനാണ്. അപ്പോൾ ഉമ്മാക്ക് നാട്ടിൽ നിയന്ത്രിക്കാൻ പറ്റണില്ല. ആളിപ്പോൾ പോയിട്ട് പറഞ്ഞത്ര ഞാൻ ചിലപ്പോൾ ഇവിടെ സെറ്റ് ആവുന്നുള്ളത്. വാപ്പ പോയപ്പോൾ കുറച്ചൊക്കെ തീരുമാനമായിട്ടുണ്ട്, കുറച്ചൊക്കെ മാറ്റം വന്നിട്ടുണ്ട്. വളരെ വളരെ ഡേഞ്ചർ കേട്ടോ. സാധാരണ വാപ്പ ഇവിടുന്ന് ഒരാൾ നാട്ടിൽ പോകല് എന്തിനാണ്? വെക്കേഷൻ സമയത്ത് പോകും, എന്തെങ്കിലും അർജന്റ് കല്യാണം കളിയാട്ടൊക്കെ ഉണ്ടാകുമ്പോൾ പോകും. പക്ഷെ ഇത് ഇവിടെ ഒരുപാട് വർഷം ഇവിടെ ഉണ്ടായിരുന്ന ഒരു കുട്ടിയാന്ന് പറഞ്ഞു. അവരുടെ സുഹൃത്തുക്കളൊക്കെ ഇവിടെ ഉണ്ട്. ഗെയിമിന് അഡിക്റ്റ്, ഗെയിം കളിച്ചിട്ടാണ്. അപ്പൊ എത്ര ഭയാനകരമായിരിക്കും എന്നുള്ളത് ഞാനത് വളരെ ഷോക്കായിപ്പോയി. നമ്മളിപ്പോഴും ഇത് കേൾക്കാറുണ്ടെങ്കിലും സ്ക്രോൾ ചെയ്യുമ്പോൾ കാണുന്നുണ്ടെങ്കിലും ഒരു വലിയൊരു കുട്ടിയായില്ലേ, അവരെത്രമാത്രം അവരുടെ ലൈഫിനെ ബാധിച്ച്, ഇയാളെ ജോലിയെ ബാധിച്ച്, കുടുംബത്തിനെ ആരും അറിഞ്ഞിട്ടില്ല, പേരൊന്നും പറഞ്ഞില്ല. എങ്കിലും റിയാദിൽ നിന്നുണ്ടായ സംഭവം കേട്ടോ. ഇപ്പോൾ ഒരാഴ്ച മുമ്പാണ്.